കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് നിർവചിക്കേണ്ടതെന്നും എങ്ങനെയാണ് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ് ഒരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അത് പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി കൂടുതലായി അത് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളതിനാൽ നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ട് അത് എങ്ങനെയാണ് കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കോൾ ചെയ്യുന്നത്, ആർഗ്യുമെൻറ്റുകൾ എന്തൊക്കെ തരത്തിലുണ്ട്, എങ്ങനെയാണ് ആർഗ്യുമെൻറ്റ്സ് അതിനകത്തിൽ ഉൾപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊരു പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ജീനി എഡിറ്ററിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std int ആഡ് int a, int b, int c is equal to a plus b, return c. ഇത്രയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ട് നമ്പർ അതിലേക്ക് കൊടുത്താൽ ആ രണ്ട് നമ്പറുകളെ ആഡ് ചെയ്ത് പുതിയൊരു നമ്പർ അതിൻ്റെ സമ്മ് തരാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് ഈ ആഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്, അതിനൊരു പേരുണ്ട്, അതിനൊരു ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ഉണ്ട്. രണ്ട് ആർഗ്യുമെൻറ്റുകളുണ്ട്, എയും ബിയും. ഈ രണ്ട് വാല്യൂസ് അതിലേക്ക് കിട്ടിയാൽ അത് പ്രവർത്തിച്ച് അതിൻ്റെ ആ ബ്രാക്കറ്റിനുള്ളിൽ എന്താണോ അതിൻ്റെ ഡെഫിനിഷനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ജോലി അത് ചെയ്യും. അപ്പോൾ സി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് എയും ബിയും കൂടി സം ചെയ്ത് അത് കിട്ടുന്ന റിസൾട്ട് അത് തിരിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. തിരിച്ച് നൽകുന്ന വാല്യൂ എന്തായിരിക്കും? റിട്ടേൺ ടൈപ്പ് ഇൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കുക, ഇവിടെ നമ്മൾ സിൻടാക്സ് പഠിച്ചിട്ടുണ്ട്. റിട്ടേൺ ടൈപ്പ് നെയിം ഓഫ് ദ ഫംഗ്ഷൻ ബ്രാക്കറ്റിനുള്ളിൽ ആർഗ്യുമെൻ്റ് ലിസ്റ്റ്. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ സിൻടാക്സ്. അപ്പോൾ ഇനി നമുക്ക് നോർമലായിട്ടുള്ള ഇൻ്റ് മെയിനിലേക്ക് പോകാം. അവിടെ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എയും ബിയും സിയും. എ ഈസ് ഈക്വൽ ടു 16 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു, ബിക്ക് 14 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. അതിനുശേഷം സി ഈസ് ഈക്വൽ ടു ആഡ് എ ബി എന്ന് നമ്മൾ കോൾ ചെയ്യുന്നു. ഇതിനെയാണ് പറയുന്നത്, ഈ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പറയുന്നത് ഫംഗ്ഷൻ കോൾ. ഇതിനെയാണ് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. ആഡ് എന്ന പേര് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആഡ് എന്ന ഫംഗ്ഷനിലേക്ക് എയും ബിയും രണ്ട് വാല്യൂസാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എ എന്നതിനെ എയ്ക്കുള്ളിൽ എന്താണ് വാല്യൂ ഇരിക്കുന്നത്? 16 എന്ന് പറയുന്ന വാല്യൂ ആണ്. ബിക്കുള്ളിൽ ഇരിക്കുന്നത് 14 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഈ രണ്ട് വാല്യൂസും ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് അത് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ എയുടെ സ്ഥാനത്തേക്ക് ഈ 16 എന്നത് കോപ്പി ചെയ്യപ്പെടുകയും ബിയുടെ സ്ഥാനത്തേക്ക് 14 എന്ന വാല്യൂ കോപ്പി ചെയ്യപ്പെടുകയും ചെയ്യും. അതിനുശേഷം സിയിലേക്ക് 16ഉം 14ഉം കൂടി സം ചെയ്ത് 30 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ജോലി. കിട്ടുന്ന രണ്ട് നമ്പേഴ്സിനെ അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് കോൾ ചെയ്യാം. ആഡ് എന്ന് വിളിച്ചാൽ മതി. അതിനകത്തിലേക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും, എത്ര വാല്യൂസ് വേണമെങ്കിലും നമുക്ക് എത്ര ടൈപ്പ് വാല്യൂസ് വേണമെങ്കിലും പാസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 16ഉം 14ഉം കൊടുത്തപ്പോൾ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കത്തില്ല. ഇപ്പോൾ ഉള്ള ഈ വാല്യൂസ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പുതിയ വാല്യൂസ് വെച്ചിട്ട് വീണ്ടും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പോൾ അതാണ് ഒരു ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം നിർവചിച്ചു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും അതിനെ കോൾ ചെയ്യാം. നമ്മളുടെ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ഒക്കെ ഇൻഡിക്കേറ്ററോ ലൈറ്റോ ഒക്കെ പോലെ വിചാരിച്ചാൽ മതി. ആവശ്യം വരുമ്പോൾ അത് വിളിക്കുക, അതിന് ശേഷം അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യും, ചെയ്യേണ്ട റിസൾട്ട് ഇവിടെ കിട്ടും. ഇപ്പോൾ ആഡ് എന്ന് പറഞ്ഞത് എന്ത് ടൈപ്പാണ്? ഇൻറ്റിജർ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുമ്പോൾ അത് സംഭരിക്കേണ്ടത് എവിടേക്കാണ്? ഇൻറ്റിജറിലേക്കാണ്. ഇവിടെ നോക്കിയേ, സി എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റിജറിലേക്ക് ആണ് ആ വാല്യൂ സംഭരിക്കപ്പെടേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണോ റിട്ടേൺ ടൈപ്പ് അതനുസരിച്ചുള്ള ഒരു വേരിയബിൾ വേണം അതിൻ്റെ വാല്യൂസ് തിരിച്ചു തരുമ്പോൾ അത് സംഭരിക്കാൻ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ആഡ് എന്ന് പറയുന്നതിന് പകരം നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു കോഫി മെഷീനിലേക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുക്കുക. എന്തെങ്കിലും പാലും അതിൻ്റെ അല്ലെങ്കിൽ പാൽപ്പൊടിയും അതിൻ്റെ എന്താണോ വേണ്ടത് ആ ഡീറ്റെയിൽസ്, അതിൻ്റെ വെള്ളമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കുന്നു. പാൽപ്പൊടിയും വെള്ളവും നിങ്ങൾ സപ്ലൈ ചെയ്യുന്നു. ഇത് പാൽപ്പൊടിയാണെന്ന് വിചാരിക്കുക, ഇത് വെള്ളമാണെന്ന് വിചാരിക്കുക. ഇത് രണ്ട് സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഫംഗ്ഷൻ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഇവിടെ നമുക്ക് തിരിച്ച് ലഭിക്കുന്നു. അതാണ് റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും കമ്പൈൽ ചെയ്യണം, അല്ലെങ്കിൽ ബിൽഡ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ കമ്പൈലേഷൻ ഫിനിഷ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് നോക്കുക. A = 16, B = 14 ആൻഡ് C = 30. അപ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ ലഭ്യമായത്. അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന രീതിയാണിത്. ഇനി നമുക്ക് കോൾ ബൈ റെഫറൻസ് ആണ് നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ കോൾ ബൈ റെഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിക്കാം. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വാല്യൂ പരസ്പരം തിരിക്കുക. അതാണ് സ്വാപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ വാല്യൂസ് ഇതേ വേരിയബിൾ പേര് തന്നെ ഇവിടെ കൊടുക്കുകയാണ്. A എന്ന് തന്നെ കൊടുക്കുന്നു, ഇവിടെയും B എന്ന് തന്നെ കൊടുക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഇൻറ്റ് A, ഇൻറ്റ് B. അപ്പോൾ ഇത് പ്രതീക്ഷിക്കുന്ന ഈ സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് രണ്ട് ഇൻറ്റിജർ വാല്യൂസ് ആണ്. ആ രണ്ട് ഇൻറ്റിജർ വാല്യൂസ് കിട്ടിക്കഴിയുമ്പോൾ ഇത് വോയിഡ് ആണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഒന്നും തിരിച്ചു തരുന്നില്ല. ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല, ഒന്നും തിരിച്ചു തരുന്നില്ല. A = 4, B = 6 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ എയ്ക്ക് 0യും ബിക്ക് 6ഉം. എയ്ക്ക് 4ഉം ബിക്ക് 6ഉം. ഈ രണ്ട് വാല്യൂസാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിലുള്ള വാല്യൂ ഏതാണ്? എയ്ക്ക് 6ഉം ബിക്ക് 4ഉം ആണ്. അത് സ്വാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. എയുടെ വാല്യൂ ബിക്ക് ആക്കുക, ബിയുടെ വാല്യൂ എയ്ക്ക് ആക്കുക. അതിനുവേണ്ടിയുള്ളൊരു ഫംഗ്ഷനാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ വെച്ച് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വിളിക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. സ്വാപ്പ് ഫംഗ്ഷൻ കാണുമ്പോൾ കമ്പ്യൂട്ടർ നേരെ ഇവിടേക്ക് പോവും. ഇവിടെ പോയതിന് ശേഷം എയുടെ വാല്യൂ എ എന്നുള്ളത് എന്താക്കും? 4 ആക്കും, ബിയുടെ വാല്യൂ 6 ആക്കും. പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. വീണ്ടും നമ്മളൊന്ന് ബിൽഡ് ചെയ്യുന്നു. ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി, ബിഫോർ സ്വാപ്പിംഗ് A = 6, B = 4. ആഫ്റ്റർ സ്വാപ്പിങ്ങും A = 6, B = 4. ഇവിടെ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചേ, ബിഫോർ സ്വാപ്പിങ്ങും ആഫ്റ്റർ സ്വാപ്പിങ്ങും സെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ നടന്ന സ്വാപ്പിങ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഈ കോൾ ചെയ്യുന്ന ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ആർഗ്യുമെൻറ്റ്സിനെ പറയുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ ഫംഗ്ഷൻ കോളിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെ പറയുന്നതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഇതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഇതാണ് മുമ്പേ പറഞ്ഞു നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ സ്വാപ്പ് A, B എന്ന് വിളിക്കുമ്പോൾ ഇത് ഇവിടേക്ക് വരുന്നു. ഇവിടെ ചെയ്തതിന് ശേഷം, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ചെയ്തതിന് ശേഷം തിരിച്ചിവിടെ വരുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് മാറുന്നില്ല. മാറാത്തതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോപ്പിയാണ് പാസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആർഗ്യുമെൻ്റ് അല്ല പാസ് ചെയ്യുന്നത്, ആക്ച്വൽ വേരിയബിൾ അല്ല പാസ് ചെയ്യുന്നത്, അതിൻ്റെ കോപ്പിയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പിയിൽ നടത്തിയ ചേഞ്ചുകൾ യഥാർത്ഥ വേരിയബിളിൽ റിഫ്ലക്റ്റ് ചെയ്യുകയില്ല. അതിനെയാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഫോർമൽ ആർഗ്യുമെൻറ്റിൽ നടത്തിയ ചേഞ്ചുകൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുകയില്ല. കാരണം നമ്മളൊരു കോപ്പിയാണ് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനെയാണ് പറയുന്നത് കോൾ ബൈ വാല്യൂ. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ, കോൾ ബൈ വാല്യൂ. ഇനി എങ്ങനെയാണ് നമ്മൾ കോൾ ബൈ റെഫറൻസ് ആക്കുന്നത്? റെഫറൻസ് ആക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സിനെ സൂചിപ്പിക്കുന്ന ആൻഡ് സിമ്പൽ, അല്ലെങ്കിൽ റെഫറൻസിനെ സൂചിപ്പിക്കുന്ന ആൻഡ് സിമ്പൽ ഉപയോഗിക്കുക. ഈ വേരിയബിളിൻ്റെ കൂടെ ഒരു ആൻഡും കൂടെ ഉപയോഗിച്ചാൽ മതി.
ഇതിൻ്റെ അർത്ഥം റെഫറൻസ് ആണ്. ഇവിടെ എ ആൻഡ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ പാസ് ചെയ്യുന്ന എന്താണോ അതിൻ്റെ അഡ്രസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ മെമ്മറി ലൊക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് മാറ്റം നടത്തിയാലും യഥാർത്ഥ വേരിയബിൾ തന്നെ ആ മാറ്റം പ്രകടമാകും. അതാണ് കോൾ ബൈ റെഫറൻസ്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് ബിൽഡ് ചെയ്തതിന് വീണ്ടും നമുക്ക് സേവ് ചെയ്യണം. ചേഞ്ച് നടത്തിക്കൊണ്ട് സേവ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി ഇത് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ബിഫോർ സ്വാപ്പിംഗ് എ ഈസ് ഈക്വൽ ടു 6, ബി ഈസ് ഈക്വൽ ടു 4. ആഫ്റ്റർ സ്വാപ്പിംഗ് എന്താണ്? ബി എ ഈസ് ഈക്വൽ ടു 4ഉം ബി ഈസ് ഈക്വൽ ടു 6ഉമായി. അപ്പോൾ ഇത് സ്വാപ്ഡായി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതിൻ്റെ വാല്യൂസ് മാറി. അതാണ് കോൾ ബൈ റെഫറൻസ്. അപ്പോൾ റെഫറൻസ് പാസ് ചെയ്യുമ്പോൾ എന്താണ് സിമ്പിൾ കൊടുക്കേണ്ടത്? ആൻഡ് സിമ്പിൾ കൊടുക്കുക. ആൻഡ് സിമ്പിൾ കണ്ടാൽ അതിനർത്ഥം ഇവിടെ പാസ് ചെയ്യുന്ന വേരിയബിൾ ഏതാണോ ആ വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വേരിയബിൾ തന്നെ ആ മാറ്റം പ്രകടമാവുന്നതാണ്. മറ്റേ കേസിൽ അതിൻ്റെ കോപ്പിയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആക്ച്വലിൽ ഫോമൽ ആർഗ്യുമെൻറ്റ്സിൽ നടത്തുന്ന ചേഞ്ചുകൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുകയില്ല. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോമൽ ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് ഈ ഒരു ഭാഗം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാപ്റ്ററും പൂർണ്ണമാവുകയാണ്. ഇനി നമുക്ക് അടുത്തത് വെബ് ടെക്നോളജിയാണ്. അതായത് HTML ബേസ്ഡ് വെബ്സൈറ്റ് നിർമ്മാണത്തിലേക്കാണ് നമ്മൾ ഇനിയും അടുത്തതായിട്ട് കടക്കാൻ പോവേണ്ടത്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ